നമസ്കാരം. പരമാവധി യുദ്ധം ഇറാൻ നടത്തുമ്പോൾ അവർ മറുവശത്ത് സമാധാനത്തിലുള്ള വഴികൾ കൂടി തേടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ വേണമെന്ന് അഭ്യർത്ഥിച്ച് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം US ഏജൻസിയായ CIA സമീപിച്ചു എന്ന റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നു. US ഇസ്രയേലി സഖ്യം ആക്രമണം ആരംഭിച്ചതിന്റെ പിറ്റേന്നായിരുന്നു മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സഹായത്തോടെ ഇറാന്റെ ഈ രഹസ്യ നീക്കമുണ്ടായത്. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ ഇറാന് കഴിയുമോ എന്ന സംശയം ഇതിനിടെ US ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ആക്രമണത്തിന്റെ പരമോന്നത നേതാവായ ഖമേനി ഉന്നത കമാൻഡർമാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതോടെ നേതൃത്വമില്ലായ്മ എന്ന അവസ്ഥയിലാണ് ഇറാൻ സേന നിലവിലുള്ളത്. വെടിനിർത്തൽ ആര് പ്രഖ്യാപിക്കുമെന്നും ആര് അനുസരിക്കുമെന്നുമുള്ള സംശയമാണ് US ഉയർത്തിക്കാട്ടുന്നത്. വെടിനിർത്തൽ ആവശ്യം തള്ളണമെന്ന് ഇസ്രയേലും ഇതിനിടെ US ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായി നശിപ്പിക്കും വരെ യുദ്ധം തുടരാനാണ് നിലവിൽ USഉം ഇസ്രയേലും ഉദ്ദേശിക്കുന്നത്. ഇറാൻ ആണവ ആയുധവും മിസൈലുകളും നിർമ്മിക്കുന്നത് തടയും. ഇറാനുമായി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയും കഴിഞ്ഞു എന്ന സൂചനയും ഇതിനിടെ US പ്രസിഡന്റ് ട്രംപ് നൽകിയിരുന്നു. ഖമേനിക്ക് പകരക്കാരനായി ആരെ തിരഞ്ഞെടുത്താലും വധിക്കുമെന്നും ഇറാന് ഇതിനിടയിൽ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെഹ്റാനിലും ലെബനിലും ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചിരുന്നു. ഇറാനെതിരായ USന്റെ യുദ്ധം അവസാനിപ്പിക്കാനായി സെനറ്റിൽ കൊണ്ടുവന്ന പ്രമേയവും പൊളിഞ്ഞു. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെയാണ് സെനറ്റർ റാൻഡൺ പോളും ഡെമോക്രാറ്റിക് സെനറ്റർ ടീം കെയ്നും ചേർന്നായിരുന്നു ബിൽ അവതരിപ്പിച്ചത്. ഇവർ 47 വോട്ട് നേടിയപ്പോൾ ബില്ലിനെ എതിർത്ത് 53 പേർ രംഗത്തെത്തി. ഇതോടെ ബില്ല് തള്ളുകയായിരുന്നു. ഡെമോക്രാറ്റിക് സെനറ്ററായ ജോൺ ഫെറ്റനും ബില്ലിനെ എതിർത്തിരുന്നു. കുറഞ്ഞത് 50 പേർ പിന്തുണച്ചാൽ ബില്ല് പാസ്സാവുകയുള്ളൂ. ഇതോടെയാണ് ഇറാനെതിരായ പോരാട്ടം കൂടുതൽ രൂക്ഷമാക്കാൻ ഇനി ട്രംപിന് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ UAEയിലെ പല സ്ഥലങ്ങളിലും ഇറാനിയൻ ആക്രമണം ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മേഖലയിലെ വിമാന സർവീസുകളും ഹോർമുസ് കടലിടുക്ക് നിലച്ചതും കാര്യങ്ങളാകെ വഷളാക്കിയിട്ടുണ്ട്. വിപണിയിൽ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിക്കുന്നത് ഒഴിവാക്കാനായി 2 ദിവസത്തെ അവധി നൽകി. ഇതാണ് വലിയ തകർച്ചയിൽ നിന്നും വിപണിയെ രക്ഷിച്ചത്. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ നേവിയുടെ കപ്പൽ ഇതിനിടെ ടോർപിഡോ ആക്രമണത്തിന് US തകർത്തതും 87 പേർ കൊല്ലപ്പെട്ടതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇറാനാകട്ടെ ഗൾഫ് രാഷ്ട്രങ്ങളിലുടനീളം അമേരിക്കൻ സൈനിക താവളങ്ങളും എംബസികളും എണ്ണ റിഫൈനറികളും തുറമുഖങ്ങളും ഉന്നമിട്ട് ആക്രമണം ഘടിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ സുഹൃത്ബന്ധം രാഷ്ട്രമായ ചൈനയുടെ കപ്പലുകൾക്ക് മാത്രം യാത്രാനുമതി നൽകിയെന്നതാണ് വിവരം. മറ്റു കപ്പലുകളിൽ പ്രവേശിച്ചാൽ തകർക്കുമെന്ന മുന്നറിയിപ്പും ശക്തമാണ്. അതേസമയം ഹോർമുസ് വഴി പോകുന്ന കപ്പലുകൾക്ക് US ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും US നാവികസേന അകമ്പടി പോകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസണും ഈ ഓഫർ ആവർത്തിച്ച് വ്യക്തമാക്കി.